കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ തെളിവുകൾ കൈമാറാൻ സാധിച്ചിട്ടുണ്ട്? Well, I have already given enough and more evidences. ഓർ ഞാൻ ഇൻറ്റൻഷണൽ അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് എവിഡൻസ് ഒന്നുമില്ല. പക്ഷേ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ബാംഗ്ലൂർ പോലീസിന് ഞാൻ FIR ഫയൽ ചെയ്തു. അപ്പോൾ അവരെന്നെ വഴക്കു പറയുക, അത് കേസ് ക്വാഷ് ആയില്ലേ. ദേ വർ ടോർച്ചറിങ്. You know, they are torturing and they are bringing in perceptions which I have not discussed at all. You understood? So, എന്നോട് ഒരാൾ വന്ന് ഇന്നാര് പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് ആ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ മിസ്റ്റർ ഗോവിന്ദനെ ഡയറക്റ്റ് അലിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു ജെന്റിൽമാൻ എന്നെ അപ്രോച്ച് ചെയ്തു, എന്നോട് ഈ നാട് വിടാൻ പറഞ്ഞു. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ മീ ടു ലിവ് ഇൻ ദിസ് കൺട്രി. അതിന് 30 crores ഓഫർ ചെയ്തു. പുതിയ പാസ്പോർട്ട് ഓഫർ ചെയ്യുക. ചോയ്സ് ഓഫ് മൈ കൺട്രി, ഏത് കൺട്രിയിലോട്ട് വേണോ എന്നെ അവർ വിടാം. അതിന് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത്. അവർ അയൽക്കാരാണ്, അവർ ഫ്രണ്ട്സാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രണ്ടാണ്. ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞതാണ്. എനിക്ക് ഈ ഗോവിന്ദൻ മാഷ് ആരാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയാണ് ജനിച്ചു വളർന്നത്, ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ആൻഡ് നീദർ ആം ഐ റിലേറ്റഡ് ടു ദറ്റ് ജെന്റിൽമാൻ. അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് മനഃപൂർവ്വം ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യം എന്തോ, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വരെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഒരിക്കലും പിന്മാറുന്നില്ല. ഇങ്ങനെ എന്നെ പല കേസിൽ കുടുക്കിയിട്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ദി എൻഡ്. ഓൾറൈറ്റ്. വിജേഷ് പിള്ള ഈ 30 കോടി വാഗ്ദാനം ചെയ്തു എന്നുള്ള താങ്കളുടെ ആരോപണത്തിൽ അത് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്? 100% ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാംഗ്ലൂർ പോലീസിന് പരാതി കൊടുത്തതും. ഇവിടെ അവരെന്നെ എന്തൊക്കെയോ പേരിൽ വിളിച്ചു വരുത്തി. ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് വിജീഷ് പിള്ള എന്നാണ് എനിക്കിന്ന് അവരുടെ ചോദ്യോത്തര ഒരു ഡ്രാമയിൽ എനിക്ക് മനസ്സിലായത്. ഓക്കെ, സോ വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ദി എൻഡ്. That's all, yeah. ഈ ഗോവിന്ദ മാഷ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ അങ്ങനത്തെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു കേസ് വന്നതിന് ശേഷം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നറിയാം. പക്ഷെ ആദ്യമായി ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കുന്നത് വിജീഷ് പിള്ളയുടെ വായുന്ന. എനിക്ക് അയാളെ ജഡ്ജ് ചെയ്യാനോ ആളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഐ ആം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ്, നീദർ ആം ഐ ഇൻട്രസ്റ്റഡ്. ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. Whether it's Mr. Govindan or his son or whoever it is not my cup of tea. And it's not a defamation case filed by the Honorable Chief Minister or filed by Mr. Govindan. It is by somebody who is unknown to me, who is not, related to me at all. Somebody from the party. Not yet. I have no clue on what is happening with that case. Anyway, ഇന്നത്തെ ഡ്രാമ പ്യുവർലി ഒരു ടോർച്ചർ മാത്രം തന്നെയായിരുന്നു. ബട്ട് ദെൻ ഇനിയിപ്പോൾ എൻ്റെ ജീവന് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ പോണ വഴിക്ക് എന്നെ തീർക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എന്താണെങ്കിലും സ്വാഗതം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. Threat to life, of course, threat to life, because what is happening in Kerala now, it is worse than Gaza. നമുക്ക് ഗാസയിൽ പോയി നോക്കേണ്ട കാര്യമല്ല ഗാസയിൽ എന്താണ് നടക്കണത്. കേരളത്തിൽ നടക്കണത് മാത്രം കണ്ടാൽ മതിയല്ലോ. സോ എന്നും നടന്നൂടെ? അപ്പോഴാണ് ഒരു സ്വപ്ന സുരേഷിനെ തീർക്കാൻ ബുദ്ധിമുട്ട്. എല്ലാവരും ഇപ്പോൾ താങ്കളെ കൈവിട്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ പുറത്തേക്ക് കാണുന്നില്ലല്ലോ. Well, the case is pending with the agencies and they are into their procedures and formalities. എന്നെ കൈവിടാൻ എൻ്റെ കൈ ആരും പിടിച്ചിട്ടില്ലല്ലോ. ഇതേ ചോദ്യം തന്നെയാണ് ഇവരും ചോദിക്കുന്നത്. ED-യിൽ എൻ്റെ കൂട്ടുകാരാരാണ്? ഈ ED വിജേഷ് പിള്ളയോട് 30 crores കുറിച്ച് ചോദിച്ചു. അപ്പോൾ പിന്നെ ED ഇത് അറിയിച്ചത് ആരാണ്? എന്തെങ്കിലും they are bothered about ED, they are bothered about my evidences, they are bothered about my qualification. They are asking me why did I choose Whitefield as a place to reside in Bangalore. Is this relevant? Is this related to any kind to this defamation case given by an unknown person? I'm so sorry, but I am ready to cooperate with all the investigation. But the investigation should be investigation and not a dramatic move. ഈ സമയത്ത് താങ്കൾ പറഞ്ഞിരുന്നു 30 കോടി രൂപയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജേഷ് പിള്ള തങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട് എന്ന്. പക്ഷെ അത് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്ത് വിടാത്ത ഇവിടുത്തെ പ്രാക്ടീസ് എന്താണ്?
ഒരു ഡോഗിനെ ഡോങ്കി ആക്കുന്ന പ്രാക്ടീസാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതേ സിമിലർ സിറ്റുവേഷൻ വിത്ത് റെക്കോർഡിങ്സ്, വിത്ത് പ്രൂഫ്, എല്ലാ എവിഡൻസസുമായിട്ട് ഷാജ് കിരണിന്റെ കേസിൽ ഐ ഗസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ മീഡിയയുടെ മുമ്പേ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? 7-8 ഡിസ്ട്രിക്റ്റിലെ DYSPs വന്നു, എല്ലാവരും കൂടി ചേർന്ന് എനിക്കെതിരെ ഒരു കേസ്, കലാപശ്രമം, അങ്ങനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ക്രൈംബ്രാഞ്ച് അങ്ങനെ എന്തൊക്കെയോ എൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കിയിട്ട് പോയി. ബട്ട് ദ ട്രൂത്ത് വാസ് ഷാജ് കിരൺ എന്നെ അപ്രോച്ച് ചെയ്ത റെക്കോർഡിങ്സ്, പ്രൂഫ്സ്, എവിഡൻസസ് എല്ലാം കൊടുത്തതാണ്. സോ ദീസ് ആർ നോട്ട് their cup of tea. They are not bothered about it. They just want to accuse me. They want to put everything on my head. Even if the truth or the evidence comes out, they don't care. Already ഞാൻ കേസ് ബാംഗ്ലൂരിൽ കൊടുത്തിട്ടുണ്ട്. ആ കേസിന്റെ പേരിലാണല്ലോ ഇവരിപ്പോൾ ഒരു കേസ് എനിക്ക് എടുത്തിരിക്കുന്നത്. We'll see how it comes. What is coming forward. I have all the evidences against the Honorable Chief Minister, his daughter, his family, and everything related. I don't fabricate anything. I don't have time for all this nonsense. All right? No. They have not said. No, none of the agencies have come forward saying such things. Did any agency come forward and say that they don't have the evidence or anything? They are following their procedures and formalities. It may be taking time. I am an accused. I am not working for them. But let's see what's going to happen in the end. I'll keep fighting till the end. That's all I have to say. Yeah. Sorry? Swatantra means? Independent agency. Well, all the agencies who are investigating has enough and more. I have given whatever I have, yet to hear from them. അത് അവരുടെ അടുത്തല്ലേ ചോദിക്കേണ്ടത്, ഞാനല്ലല്ലോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം. തെളിവുകളെല്ലാം അവരുടെ കയ്യിലുണ്ട്, അവരതിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഐ എം വെയിറ്റിംഗ് ടു സീ ആൻ ആക്ഷൻ ഫ്രം ദിയർ എൻഡ്. ഒരു അക്യൂസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. എൻ്റെ ജോലി ഇൻവെസ്റ്റിഗേഷനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക ആൻഡ് എൻ്റെ കൈവശമുള്ള എവിഡൻസസ് അവർക്ക് കൈമാറുക, വിച്ച് ഐ ഹവ് ഡൺ, ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ദേ ആർ ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്. I am not here to explain or reply individually to the Honorable Chief Minister. My job is to cooperate with the investigation. I think I have done that, and let's see what's happening from their end. All right? ഇന്നത്തെ ഡ്രാമയെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു, പറഞ്ഞു. ഇങ്ങനെ ടോർച്ചർ ചെയ്യാനോ അക്യൂസ് ചെയ്യാനോ ഒരു കാര്യവുമില്ല. സത്യം സത്യമായിട്ട് തന്നെ പറയും, ആ സത്യം വെളി വരികയും ചെയ്യും. All this drama has to end. ഇനി അവരൊക്കെ തോന്നുമ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കുകയാണെങ്കിൽ എന്തായാലും വരും, സഹകരിക്കും, and that's it.